രാവിലെ കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ദുബായിൽ നിന്നൊരു അവിടുത്തെ ഒരു ജ്യോതിഷനാണ്. അപ്പോൾ അദ്ദേഹം വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, തിരുമേനി അപ്പോൾ ഈ കിട്ടിയതിൻ്റെ ശബരിമല കിട്ടിയിട്ട് നമ്മളെ അഭിനന്ദിക്കാൻ വിളിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ തിരുമേനി ആദ്യം അദ്ദേഹം അഭിനന്ദിച്ചു. പിന്നെ അതല്ല, ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിനായിട്ടുള്ള ഈ തൃശ്ശൂർ ഒല്ലൂരുള്ളൊരു കുട്ടി, ഒരു വാര്യത്തൊരു കുട്ടി, ആ കുട്ടി ഒരു 10-15 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ദുബായിൽ. അപ്പോൾ ഈ കുട്ടിക്ക് തലയിൽ നിന്നൊരു ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വൈദ്യലോകം കൂടിയും അവർക്ക് അറിയണില്ല. ഇപ്പോൾ തിരുമേനി അവിടെ ചാർജ് എടുക്കുമ്പോൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ദിവസവും പറ്റുന്ന ഒരു വഴിപാട് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു സ്വീകരണ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ എത്തി, ആ സ്ഥലത്തെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്, ഞാൻ അവിടെ എത്തി, ഒരു കാര്യം ചെയ്യോ, നാളെ എന്താണെന്ന് പറയാം, വേണ്ടതെന്ന് പറയാം നോക്കട്ടെ, തൽക്കാലം ഒരു കാര്യം ചെയ്തോളൂ, ഒരു നാണയം എടുത്തിട്ട് ഭഗവാനെ സമർപ്പിച്ച് ഒന്ന് ഒഴിഞ്ഞു വെച്ചോളൂ, ബാക്കി വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ പറയാം എന്ന് തോന്നുന്നു. അങ്ങനെ ഇതൊക്കെയും ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾക്ക് ഞാൻ ഈ കഥ മാറുന്നായിരുന്നു. കാരണം അത് കഴിഞ്ഞ് അന്നത്തെ കഴിഞ്ഞ് പക്ഷേ പിറ്റേ ദിവസം രാവിലെ 6 മണി കഴിയുമ്പോഴേക്കും വിളി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഞാനിപ്പോൾ അയാൾ കൂടെ എന്തെങ്കിലും വേണ്ടേ, അത് കഴിഞ്ഞ് രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ, ഒരു കാര്യം ചെയ്യാം, അതിപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നത്, ദേവീത്സവം ചെയ്യാൻ പറ്റുന്നത്, പുഷ്പാഞ്ജലിയാണോ, ഈ അഭിഷേകം വേണോ, എന്താ വേണ്ടത് നോക്കിയിട്ട് പറയാം. അല്ല അതിന് അത് പറയാനേ വിളിച്ച് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ആ കോയിൻ ഒഴിഞ്ഞു വെച്ചോട് കൂടിയിട്ട് ഈ കുട്ടിയുടെ ഈ തലേന്ന് 15 ദിവസമായിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചില്ല അന്ന് നിന്നിരുന്നു, അതാണ് നിന്നു. അപ്പോൾ ആ ഒരു സന്തോഷം പറയാനാണ് വിളിച്ചത്. അപ്പോൾ നീ എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലോ ഇതായത്. അപ്പോൾ എന്തായാലും മാറിയ കുട്ടിയെ അവിടെ ഒന്ന് വളരെ തൊഴിക്കൂ, അത് യഥാശക്തി എന്താ വെച്ചാൽ വഴിപാടുകൾ നടത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കിട്ടിയ കഴിഞ്ഞോടുകൂടി അയ്യപ്പൻ നമ്മുടെ വാക്കുകളിലൂടെ അത് സാധിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അതുപോലെ ഒരു 10, 20, 25 പേര് അതിൽ കുട്ടികളില്ലാത്തവരെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഒരുപാട് പറയാറുണ്ട്. അവിടെ വരുമ്പോൾ നമ്മൾ അപ്പോൾ അയ്യപ്പൻ എന്താ തോന്നിച്ചത് വെച്ചാൽ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഫലസിദ്ധിയായിട്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴൊക്കെ ഒരു 10-25 ആൾക്കാർ കൂടുതൽ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. തിരുമേനി അന്ന് പറഞ്ഞ പോലെ അത് ആയിട്ടോ. അപ്പോൾ ഒരുപാടും സന്താന ഭാഗ്യമില്ലാത്തവരും ഒരുപാട്, അതുപോലെ ഈ അസുഖങ്ങളായിട്ട് വയ്യാതെ പറഞ്ഞവരും അങ്ങനെ ഒരുപാട് ഉണ്ടാവിയാതെ അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഈ വരുന്നവർക്കൊക്കെ. അപ്പോൾ നമ്മളറിയില്ല, അത് കഴിഞ്ഞപ്പോഴാവും നമ്മുടെ നമ്പറിലൊക്കെ കയറി വിളിച്ച് അവർ പറയാം, തിരുമേനി അന്നിങ്ങനെ പറഞ്ഞ പോലെ ആയിട്ടോ, അന്നെങ്ങനെ ആയിട്ട്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു 3-4 ആൾക്കാർക്ക് ഇവിടെ വന്നവർക്ക് അതായത് സന്താന ഭാഗ്യമില്ലായിട്ടും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട്, പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവർ പറഞ്ഞ് ഇന്ന കുട്ടിയാട്ടോ, തിരുമേനി അന്ന് പറഞ്ഞത് ഇങ്ങനെ ആയതാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ. അപ്പോൾ ആ ഭഗവാൻ നമ്മളിലൂടെ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് സാധിപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആ അനുഭവങ്ങൾ നമുക്ക് പിന്നീട് അറിയാൻ പറ്റാം.